സ്വർണത്തിന് ഒടുക്കത്തെ വില. ചാഞ്ചാടി കളിച്ച് ഓഹരി വിപണി. ഭൂമിയിൽ നിക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഫ്ളാറ്റിൽ മുടക്കിയാൽ ഇഴഞ്ഞിഴഞ്ഞ് വളർന്നാലായി. ബാങ്കിൽ FD ഇടുന്നതും കാശ് പെട്ടിയിൽ വയ്ക്കുന്നതും ഒരുപോലെയാണ്, വളരില്ല. അതിനെല്ലാമിടയിൽ മ്യൂച്വൽ ഫണ്ടിന് പുറകെയാണ് മിക്കവരും. സ്ത്രീകളും ചെറുപ്പക്കാരുമാണ് SIPയിൽ നിക്ഷേപിക്കാൻ മുമ്പിലോടുന്നത്. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് വ്യവസായം എത്ര വളർന്നു എന്നറിയാമോ? ഒരു പതിറ്റാണ്ട് കൊണ്ട് 6 ഇരട്ടി. 2015 മൊത്തം MF നിക്ഷേപം 13 ലക്ഷം കോടി രൂപയായിരുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബർ 31 വരെയുള്ള കണക്ക് പ്രകാരം 80 ലക്ഷം കോടിയോളം രൂപയുടേതാണ്. കൂട്ടപ്പെരുക്കത്തിന്റെയും വിശ്വാസത്തിന്റെയും ശക്തിയാണ് ഇതിന് പിന്നിൽ. മ്യൂച്വൽ ഫണ്ടും ബാങ്ക് ഡെപ്പോസിറ്റുമായുള്ള അനുപാതം 2015 12.6% 2025 33.4%. മൊത്തം തുകയുടെ 17% ഇൻഡെക്സ് ഫണ്ടും ETF-ഉമാണ് ഇപ്പോൾ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന SIPയിലേക്ക് ഒക്ടോബറിലെ ഒഴുക്ക് 29,529 കോടി. ആകെ SIP തുക എത്രയാണെന്നറിയുമോ? 16.25 ലക്ഷം കോടി രൂപ. അപ്പോൾ ചോദ്യം, ഏറ്റവും കൂടുതൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? അത് SBI മ്യൂച്വൽ ഫണ്ട് തന്നെ. ആകെയുള്ളതിൻ്റെ 16.62% അവരുടെ കയ്യിലാണ്. ആകെ 12.60 ലക്ഷം കോടി രൂപ. പിന്നെ ICICI പ്രൂഡൻഷ്യൽ 14.72% അഥവാ 11.16 ലക്ഷം കോടി. HDFC 12% എന്ന് വെച്ചാൽ 9.35 ലക്ഷം കോടി. നിപ്പോൺ ഇന്ത്യ 8.84%, കൊട്ടക് 7.59%. ഇവർ ഈ തുകയെല്ലാം എന്ത് ചെയ്യുന്നു എന്ന് പറയേണ്ടല്ലോ. നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന തുക പരമാവധി ആദായം കിട്ടുന്നത് എവിടെയാണെന്ന് ഗവേഷണം നടത്തി അവിടെയെല്ലാം പല രൂപത്തിൽ നിക്ഷേപിക്കുന്നു. അതിൻ്റെ ചെലവ് കാശും ന്യായമായ ലാഭവും പിടിച്ച് ബാക്കി നമ്മൾ ചോദിക്കുമ്പോൾ തരുന്നു. നേരത്തെ ചോദിച്ചാൽ നഷ്ടം, കഴിവതും വൈകി ചോദിച്ചാൽ അതിനൊത്ത് ലാഭമെന്നാണ് വിശ്വാസ പ്രമാണം.